വയനാട് മുള്ളൻകൊല്ലി കൊളവള്ളിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയെ കണ്ടെത്തി. പാറക്കവലയിലെ കൃഷിയിടത്തിലാണ് കടുവയുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് വനപാലകർ കടുവയെ നിരീക്ഷിക്കുകയാണ്. മയക്കുവെടി വെക്കാനുള്ള ശ്രമം വനംവകുപ്പ് ആരംഭിച്ചു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഈ കടുവയെ കണ്ടെത്തിയത് എവിടെയാണ്? അതിപ്പോൾ ഒരു അപകടകരമല്ലാത്ത രീതിയിലേക്ക് അവിടെ തുടരുന്നു, ജനവാസ മേഖലയല്ല, അത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണോ ലഭിക്കുന്നത്? അനുജ, പാറക്കവലയിലെ ഒരു കൃഷിയിടത്തിലാണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിനെ മയക്കുവെടി വെച്ച് വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്നുള്ളത് ഇതൊരു വലിയ ജനവാസ മേഖലയല്ല എന്നിരിക്കെ പോലും ആളുകളുണ്ട്, അടുത്തിടങ്ങളിൽ ആളുകൾ താമസിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ ഒരു 2-3 മിനിറ്റ് നേരം ഒരുപക്ഷെ ഈ കടുവ വളരെ വേഗത്തിൽ ഏതെങ്കിലും ദിക്കിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ പരമാവധി ഇവിടെ നിന്ന് മാറ്റേണ്ടുന്ന സാഹചര്യമുണ്ട്. ആളുകളോട് ഇതിനോടകം തന്നെ മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വനപാലകർ കടുവയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനിടെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്നലെയും ഇതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഏതാണ്ട് 100ഓളം അംഗങ്ങൾ വനവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കടുവയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പം പ്രായമുള്ള ഒരു കടുവയാണിത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടായിരിക്കണം നിരന്തരം ഈ വനത്തിനകത്തേക്ക് തുരത്തിയിട്ടും ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഈ കടുവയെ ഇനി പിടികൂടി ഒരു പക്ഷേ മൃഗശാലയിലേക്കോ മറ്റോ മാറ്റാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും മയക്കുവെടി വെച്ച് വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനായി എത്തരത്തിലേക്കാണ് ശ്രമങ്ങൾ നടക്കുന്നത്? നിഖിൽ, വിദഗ്ധരായ ഡോക്ടേഴ്സ് അടക്കം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ? തീർച്ചയായും അനുജ, വനംവകുപ്പിന്റെ ഏതാണ്ട് 100ഓളം ഉദ്യോഗസ്ഥർ, ഡോക്ടർമാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നേരത്തെ തന്നെ ഒരു കൂട് ഇതിനു വേണ്ടി സ്ഥാപിച്ചിരുന്നു. ആവശ്യമെങ്കിൽ മറ്റൊരു കൂട് കൂടി സ്ഥാപിച്ച് ഇന്ന് വൈകുന്നേരത്തിനകം പിടികൂടാനായില്ലെങ്കിൽ മറ്റൊരു കൂട് കൂടി സ്ഥാപിച്ച് രാത്രിയിലും ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം. അതിനിടെ തന്നെ മയക്കുവെടി വെച്ച് വീഴ്ത്താനായാൽ അതാകും ഏറെ ഗുണകരമെന്നും വനംവകുപ്പ് വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റ് റേഞ്ചറെ ഈ കടുവ ആക്രമിച്ചതോടുകൂടിയാണ് ജനങ്ങൾ ഇതിനെ പിടികൂടണമെന്ന ആവശ്യവുമായി ശക്തമായി രംഗത്തെത്തിയത്. വയനാട് മുള്ളൻകൊല്ലി കൊളവള്ളിയിൽ ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കടുവയാണ് കണ്ടെത്തിയത്. പാറക്കവലയിലെ ഒരു കൃഷിയിടത്തിൽ കടുവ ഇപ്പോഴുണ്ട്. ഡ്രോൺ ഉപയോഗിച്ച് വനപാലകർ കടുവയെ നിരീക്ഷിക്കുന്നു. മയക്കുവെടി വെച്ച് വീഴ്ത്താനുള്ള ശ്രമം ഇതിനോടകം തന്നെ വനംവകുപ്പ് ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. വിദഗ്ധരായ ഡോക്ടേഴ്സ് അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.